ഇന്നത്തെ ഒരു സാഹചര്യം നമുക്ക് നോക്കിയാൽ അറിയാം. ഒരു 20 വയസ്സിന് മുകളിൽ തന്നെ പല കുഞ്ഞുങ്ങൾക്ക് പോലും അല്ലെങ്കിൽ മുതിർന്ന ആളുകൾക്കും വലിയ വലിയ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് നമ്മൾ കാണാറുണ്ട്. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, അതുപോലെ തൈറോയിഡ്, PCOD, അങ്ങനെയുള്ള പല പ്രോബ്ലംസും വളരെ ചെറുപ്രായത്തിൽ തന്നെ വരുന്ന ഒരു രീതി കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ സമൂഹത്തിൽ ഓരോരുത്തർക്കും ഇതിന്റെ കാരണങ്ങൾ ഏകദേശം മനസ്സിലായിട്ടുണ്ട്. നമ്മളുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ, ഭക്ഷണ രീതിയിലെ മാറ്റങ്ങളൊക്കെയാണ് ഇതിന് കാരണമായിട്ടുള്ളതെന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. പക്ഷെ എന്ത് മാറ്റങ്ങളാണ് കൊണ്ടുവരേണ്ടതെന്നുള്ളതിനെ കുറിച്ച് എല്ലാവരും ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ്. ഇന്ന് നമുക്ക് എവിടെ നോക്കിയാലും ഇൻഫർമേഷൻ ഒരുപാട് കിട്ടുന്നുണ്ട്. പക്ഷെ റൈറ്റ് ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. കൃത്യമായ അറിവുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു ജീവിതശൈലി രോഗത്തെയും റിവേഴ്സ് വരെ ചെയ്യാനായിട്ട് സാധിക്കും. കൃത്യമായ രീതിയിലുള്ള ജീവിതശൈലിയും കൃത്യമായ ഭക്ഷണ രീതിയും ഉണ്ടെങ്കിൽ പല ജീവിതശൈലി രോഗങ്ങളും ഇൻഫ്ലമേറ്ററി ഡിസീസുകളും ആ ഒരു കാര്യം കൊണ്ട് തന്നെ റിവേഴ്സ് ചെയ്യാൻ നമുക്ക് സാധിക്കും. മരുന്നുകളുടെ ഉപയോഗം ഇങ്ങനെയുള്ള രോഗങ്ങളിൽ ലക്ഷണങ്ങളെ നിയന്ത്രിക്കുക മാത്രമാണ് പലപ്പോഴും ചെയ്യാറ്. ഹോമിയോപ്പതി ചികിത്സയിൽ തീർച്ചയായിട്ടും രോഗിയുടെ ഓരോ വ്യക്തിയുടെയും ക്യാരക്ടറിസ്റ്റിക് നോക്കി മരുന്നുകൾ നമ്മൾ ആ വ്യക്തിക്കൊക്കെ നൽകുമ്പോൾ അപ്പോൾ പോലും അദ്ദേഹത്തിന്റെ ശൈലിയും ഭക്ഷണ രീതിയും ഫിസിക്കൽ ആക്ടിവിറ്റിയും എല്ലാം നിയന്ത്രിച്ചുകൊണ്ടാണ് ആ വ്യക്തി മുന്നോട്ട് പോകുന്നത്. ഹോമിയോപ്പതി മരുന്നുകൾ ഒരിക്കലും ജീവിതശൈലി രോഗങ്ങൾക്ക് ജീവിതാന്ത്യം വരെ കഴിക്കേണ്ട കാര്യമില്ല. തുടക്കത്തിൽ ആ ഒരു വ്യക്തിയുടെ ജീവിതശൈലി രോഗം മാറ്റാനായിട്ടുള്ള ജീവിതശൈലികളോടൊപ്പം മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് ശരീരത്തിലെ ആ വൈറ്റൽ എനർജിയെ ഒന്ന് ഉത്തേജിപ്പിച്ച് റൈറ്റ് ട്രാക്കിലേക്ക് നമ്മുടെ ശരീരത്തിനെ കൊണ്ടുവന്നാൽ മാത്രം മതി. ബാക്കി നമ്മുടെ ജീവിതശൈലിയും ഭക്ഷണ രീതിയും നിയന്ത്രിച്ചുകൊണ്ട് തന്നെ ഒരു നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരു ജീവിതം ആ വ്യക്തിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇതിനായി നമ്മൾ ഇന്ന് പ്രത്യേകം ഡിസ്കസ് ചെയ്യുന്ന 2 രോഗങ്ങളാണ് ഒബീസിറ്റിയും അതുപോലെ തന്നെ കാർഡിയോവാസ്കുലർ ഡിസീസുകൾ. ഇന്ന് നമുക്ക് കാണുന്ന ഒരു കാഴ്ച പോഷകക്കുറവ് ആണ് നമ്മൾ മിക്ക ആളുകളിലും കാണുന്നത്. അപ്പോ മാൽ ന്യൂട്രീഷൻ എന്ന് പറയും. അതിനകത്ത് മാൽ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ ന്യൂട്രീഷൻ കൃത്യമല്ലാത്ത രീതിയിൽ ഒരു വ്യക്തിയിൽ എത്തുമ്പോൾ മാൽ ന്യൂട്രീഷൻ ആണ്. അതിനകത്ത് തന്നെ നമുക്ക് 2 ഇതായിട്ട് കാണാം: അണ്ടർ ന്യൂട്രീഷൻ, അതുപോലെ തന്നെ ഓവർ ന്യൂട്രീഷൻ. ഓവർ ന്യൂട്രീഷനിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒബീസിറ്റി. ഒബീസിറ്റി എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ കഴിക്കുന്ന ആഹാരം നമുക്ക് എനർജിയാണ് തരുന്നത്. കൂടുതലും കാർബോഹൈഡ്രേറ്റ്സിൽ നിന്നും ഫാറ്റ്സിൽ നിന്നുമാണ് ശരീരം എനർജി നിർമ്മിക്കുന്നത്. അപ്പോൾ ഈ കഴിക്കുന്ന എനർജി ശരീരത്തോട്ട് കാലറീസ് ആയിട്ടാണ് മെഷർ ചെയ്യുന്നത്. ഈ കാലോറീസ് നമ്മളുടെ ബോഡിയിൽ കൂടുമ്പോൾ ആ ഒരു അവസ്ഥയാണ് ഒബീസിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിന്റെ ആവശ്യത്തിൽ കൂടുതലായിട്ടുള്ള എനർജി നമ്മുടെ ബോഡിയിൽ വരുമ്പോൾ അത് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ, അത് വയറിന്റെ ഭാഗത്ത് ഡെപ്പോസിറ്റ് ചെയ്ത സെൻട്രൽ ഒബീസിറ്റി എന്ന് പറയും. ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു അവസ്ഥ തുടങ്ങി ഒരു 10 വർഷമോ ചിലപ്പോ 10 വർഷത്തിന് ശേഷമാണ് ഒരു രോഗിക്ക് ലക്ഷണങ്ങളോ മറ്റോ കാണുന്നത്. അതുവരെ അവരുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെ അവർ കണക്കാക്കാതിരിക്കുകയും മുന്നോട്ട് പോകുന്തോറും പിന്നീട് അവരൊരു രോഗാവസ്ഥയിലേക്കും പോകുന്ന രീതിയാണ് നമ്മൾ പലപ്പോഴും കാണാറ്. മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബോഡിയിൽ അമിതമായിട്ട് ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുകയും ബോഡി വെയിറ്റ് ഗെയിൻ ചെയ്യുകയും ചെയ്യുമ്പോൾ ശരീരത്ത് ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുന്നു. ഇൻസുലിൻ എന്ന് പറയുന്നത് പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോൺ ആണ്. ആ ഹോർമോണിന്റെ പ്രവർത്തനം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തേക്ക് വരുന്ന ഭക്ഷണത്തിൽ നിന്ന് എനർജി ആയിട്ട് ഗ്ലൂക്കോസ് റിലീസ് ചെയ്താൽ ആ ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ഡ്യൂട്ടിയാണ് ഇൻസുലിനുള്ളത്. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഹൈ എനർജി ഫുഡ്, ഹൈ ഷുഗറി ഫുഡ് നമ്മൾ കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടുതലായിട്ടുള്ള ഭക്ഷണം ഭയങ്കര കൂടുതൽ അളവിൽ നമ്മൾ കഴിക്കുമ്പോൾ ഇൻസുലിന്റെ കാര്യക്ഷമത കുറയുന്നു. അങ്ങനെ വരുമ്പോൾ ഗ്ലൂക്കോസ് കോശങ്ങളിലേക്ക് എത്തുന്നില്ല, നമ്മൾക്ക് അമിതമായിട്ട് ക്ഷീണം തോന്നും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ബോഡി ശരിയായ രീതിയിലുള്ള പോഷകം ശരീരത്തില്ലെങ്കിൽ ബോഡി അതെങ്ങനെയാണ് കാണിക്കുക? വിശപ്പ് കൂടുന്നതായിട്ടും കൂടുതൽ ഭക്ഷണം കഴിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു. പക്ഷെ കൂടുതൽ ഭക്ഷണം കഴിച്ചിട്ടും നമുക്ക് വീണ്ടും ക്ഷീണം വരുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. ഈ ഒരു പ്രവർത്തനം നിരന്തരമായി ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടി വരുന്നതിന്റെ ഭാഗമായിട്ട് മറ്റു ഹോർമോണുകളെയും അത് ബാധിക്കുന്നു. അങ്ങനെ ഫീമെയിൽ ഹോർമോൺസിനെ അത് ബാധിക്കുന്നു. അങ്ങനെ പതുക്കെ PCOSലേക്ക് നമ്മൾ നീങ്ങുന്നു. അങ്ങനെയാണ് ആ ഒരു സ്റ്റൈൽ തുടങ്ങുന്നത്. മെറ്റബോളിക് സിൻഡ്രോം ആണ് ഇന്ന് നിലനിൽക്കുന്ന ഒരു മിക്ക രോഗങ്ങളുടെയും ഇനീഷ്യൽ സ്റ്റേജ്. ഈ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്ന അവസ്ഥയിൽ തന്നെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി അവിടം തൊട്ടേ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ ഈസി ആയിട്ട് നമുക്കൊരു രോഗം വരാതെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? ഇപ്പൊ ഒരു
ഒബീസ് ആയിട്ടുള്ള ആൾ അല്ലെങ്കിൽ അമിത വണ്ണമുള്ള ഒരാള് നമ്മൾ പലപ്പോഴും കാണാറ് എല്ലാവരും വെയിറ്റ് കുറയ്ക്കാൻ വളരെ പ്രാവീണ്യമുള്ള ആളുകളാണ്. പക്ഷെ they don't get the right nutrients and they are not healthily losing their weight. വണ്ണം കുറയ്ക്കാൻ എളുപ്പമാണ്, പക്ഷെ ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് വെയിറ്റ് കൺട്രോൾ ചെയ്യുന്നതാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള കാര്യം. അല്ലെങ്കിൽ നമ്മുടെ ബോഡി ഒരു സ്ട്രെസ്സിലേക്ക് ആവുകയാണ്. ആ സ്ട്രെസ്സിന്റെ റിസൾട്ട് പല ഡയറ്റുകളും ചെയ്ത് അതിന്റെ ഭവിഷ്യത്ത് ചിലപ്പോൾ ഉടനെയോ അല്ലെങ്കിൽ പിന്നീട് ഒരു 3, 4, 5 വർഷത്തിന് ശേഷമായിരിക്കും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുക. അപ്പോൾ എപ്പോഴും നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോൾ ആദ്യം ഹെൽത്തി റുട്ടീൻസ് സ്റ്റാർട്ട് ചെയ്യുക. ഹെൽത്തി റുട്ടീൻസ് എന്ന് പറഞ്ഞാൽ കൃത്യമായ സമയം ഭക്ഷണം കഴിക്കുക, പോർഷൻ കൺട്രോൾ ചെയ്യുക, അതുപോലെ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടുതൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടുതൽ, അതായത് ശരീരത്തിലേക്ക് പെട്ടെന്ന് ഗ്ലൂക്കോസായി മാറുന്ന ഭക്ഷണങ്ങൾ കുറച്ചിട്ട് അധികം ഗ്ലൈസീമിക് ഇൻഡെക്സ് ഇല്ലാത്ത ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തി കഴിക്കുക. അതുപോലെ കാർബോഹൈഡ്രേറ്റ്, റിഫൈൻഡ് ആയിട്ടുള്ള ഷുഗർ, ബ്രെഡ്, ബിസ്ക്കറ്റ്, കേക്ക്സ് അങ്ങനെയുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ വൈറ്റ് റൈസ് അതൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഹോൾ ഗ്രെയിൻസ്, അതായത് നമ്മുടെ ഹസ്ക് തവിടോട് കൂടിയ അല്ലെങ്കിൽ മൾട്ടിഗ്രെയിൻസ് എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ തവിടോട് കൂടിയതാണോ എന്ന് കൂടി നമ്മൾ അത് നോക്കിയതിന് ശേഷം ആ ഉൽപ്പന്നങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. അതുപോലെ ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ വളരെ നന്നായി ഉപയോഗിക്കേണ്ട ആളുകളാണ് ഒബീസ് ആയിട്ടുള്ളവര്. കാരണം പ്രോട്ടീൻ, ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ, ശരിക്കും പ്രോട്ടീൻ നമ്മുടെ ബോഡി എനർജി സോഴ്സ് ആയിട്ട് ഉപയോഗിക്കാറില്ല. പക്ഷെ നമ്മളുടെ ബോഡിയിലേക്ക് എപ്പോൾ കാർബോഹൈഡ്രേറ്റിന്റെ ആ ഒരു വരവ് കുറയുന്നു അപ്പൊ ശരീരം ഫാറ്റിനെ ബേൺ ചെയ്യാൻ തുടങ്ങും. പ്രോട്ടീനിനെയും എനർജിക്ക് വേണ്ടി ഉപയോഗിച്ച് അമിനോ ആസിഡുകളായിട്ട് നമ്മളുടെ ബോഡി യൂസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മളുടെ ബോഡി വിത്ത് ഫിസിക്കൽ എക്സസൈസ് ഇതിനോടൊപ്പം 30 മുതൽ 60 മിനിറ്റ് വരെ കൃത്യമായ രീതിയിൽ റെഗുലർ ആയിട്ട് ഫിസിക്കൽ എക്സസൈസുകൾ ചെയ്യുകയും കൂടെ ചെയ്യുമ്പോൾ നമ്മളുടെ ശരീരത്തിൽ അമിതമായിട്ടുള്ള കൊഴുപ്പ് ബേൺ ചെയ്യാനും മസിലുകളുടെ മാസ് കൂട്ടാനും ഹെൽത്തി ആയിട്ട് മസിൽ മാസ് കൂട്ടാനും നമ്മുടെ ബോഡി ഫിറ്റ് ആയിട്ട് നിർത്താനും ഒക്കെ നമുക്ക് സാധിക്കും. ബോഡി ഒരു റീഷേപ്പ് ചെയ്യാനും കൂടി സാധിക്കും. ഇതിന് ഓരോ വ്യക്തിക്കും അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഡയറ്റും കാര്യങ്ങളുമാണ് നമ്മൾ കൊടുക്കുക. കാരണം ഓരോ വ്യക്തിയുടെയും ഭക്ഷണ രീതിക്ക് അനുസരിച്ച് അദ്ദേഹത്തിന്റെ ഇതുവരെ കഴിച്ചു വന്നിട്ടുള്ള ഭക്ഷണം ആക്സെപ്റ്റബിലിറ്റി എന്ന് പറയും. അതായത് കംപ്ലീറ്റ് വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒബീസ് എങ്കിൽ അയാൾക്ക് കൊടുക്കുന്ന ഭക്ഷണ രീതി വേറെ ആയിരിക്കും. ഒരു നോൺ വെജ് ഉപയോഗിക്കുന്ന വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കുന്ന രീതി വേറെ ആയിരിക്കും. ഇതോടൊപ്പം എന്തെങ്കിലും പോഷക ന്യൂനതകൾ അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ ആ പോഷകങ്ങൾ ചിലപ്പോൾ സപ്ലിമെന്റുകളായിട്ട് അദ്ദേഹത്തിന് സജസ്റ്റ് ചെയ്യേണ്ടി വരും. ഹൈ ക്വാളിറ്റി സപ്ലിമെന്റുകൾ ന്യൂട്രീഷണൽ ഗ്യാപ്പുകൾ കുറയ്ക്കുന്നു. അപ്പൊ നമുക്ക് ഫുഡ് ക്രേവിങ്സ്, ഭക്ഷണം അമിതമായിട്ട് കഴിക്കുന്ന ആ ഒരു രീതി ഒക്കെ കുറയും. അപ്പറ്റൈറ്റ് കൺട്രോൾ ചെയ്യാനൊക്കെ സാധിക്കും. അതുപോലെ കൃത്യമായി സ്ട്രെസ് കുറയ്ക്കാനുള്ള യോഗ, മെഡിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ചെയ്യുമ്പോൾ നമ്മളെ ബോഡി ക്രമേണ നല്ലൊരു ലൈഫ് സ്റ്റൈൽ റുട്ടീനിലേക്ക് വന്ന് പതുക്കെ ആ ഡയറ്റിലേക്ക് കയറി നല്ലൊരു ട്രാക്കിലേക്ക് വരാനും ആരോഗ്യം നിലനിർത്താനും സാധിക്കും. കാർഡിയോ വാസ്കുലർ ഡിസീസുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതുപോലെ തന്നെ നമ്മൾ ഹൈ കാർബോഹൈഡ്രേറ്റ് ഫുഡ് കഴിക്കുമ്പോഴും ഹൈ ഫാറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ഫാറ്റും മോശമല്ല. ട്രാൻസ് ഫാറ്റ്സും സാച്ചുറേറ്റഡ് ഫാറ്റ്സും കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കൂടുതൽ കഴിക്കുമ്പോഴാണ് നമ്മളുടെ ബോഡിയിൽ എന്താ പറയാ ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ HDL കുറയുകയും ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ കൂടുകയും ചെയ്യുന്നു. ഇങ്ങനെ വരുമ്പോൾ ഫാറ്റ് നമ്മുടെ ധമനികളിൽ ഡെപ്പോസിറ്റ് ആകാനും അതിനെ തുടർന്ന് ധമനികളുടെ ആ ഒരു ഡയമീറ്റർ ചുരുങ്ങാനും ബ്ലഡ് പ്രഷർ കൂടാനും പിന്നെ അതിനെ തുടർന്ന് ആ ഒരു ഡെപ്പോസിറ്റ്സ് ഓഫ് ഫാറ്റ്സ് ചിലപ്പോൾ ബ്ലഡിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്ത് ബ്ലോക്ക് ഒക്കെ വരാനും സ്ട്രോക്ക് അതുപോലുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഹൈ ഫാറ്റ് പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങള്, അതുപോലെ ഫാറ്റി ഫുഡ്സ്, ഫാസ്റ്റ് ഫുഡ്സ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളും ജങ്ക് ഫുഡ്സ് ഒക്കെ നമ്മൾ ഒഴിവാക്കുകയും കൂടുതലും ഹെൽത്തി ഫാറ്റ്സ്, അവോക്കാഡോസ്, ഒലിവ് ഓയിൽ, omega-3 റിച്ച് ആയിട്ടുള്ള ഓയിൽസ്, ഇപ്പോൾ റൈസ് ബ്രാൻ ഓയിലൊക്കെ, നല്ല റൈസ് ബ്രാൻ ഓയിലൊക്കെ ഹൈ ക്വാളിറ്റി ഉള്ള റൈസ് ബ്രാൻ ഓയിലൊക്കെ omega-3 റിച്ച് ആണ്. അതുപോലെ ഫാറ്റി ഫിഷുകളൊക്കെ നമുക്ക് ധാരാളമായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. കുക്കിങ്ങിൽ വളരെയധികം നമ്മൾ ശ്രദ്ധാലുവായിരിക്കണം. ഒരിക്കലും ഡീപ്പ് ഫ്രൈയിങ് ചെയ്യാതെ ഷാലോ ഫ്രൈയിങ് ചെയ്യുക. അതുപോലെ ചിപ്സ് അങ്ങനെയുള്ള സാധനങ്ങൾ ഫ്രൈ ചെയ്യുന്നതിന് പകരം റോസ്റ്റ് ചെയ്തെടുക്കുക. അങ്ങനെ ഒരു ഹെൽത്തി കുക്കിംഗ് ഹാബിറ്റ് കൂടി നമ്മൾ ഇങ്ങനത്തെ ഉള്ള ജീവിതശൈലി രോഗങ്ങളിൽ നമ്മളുടെ വീട്ടിൽ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും കൃത്യമായ അളവിൽ പോഷകങ്ങൾ നമ്മുടെ ബോഡിയിലേക്ക് എത്തും. അപ്പൊ കാർഡിയോ വാസ്കുലർ ഡിസീസുകളിൽ ഹൈ പ്രഷർ, ഹൈ കൊളസ്ട്രോൾ, അതുപോലെ ഹൈ ഷുഗറി ആൻഡ് ഹൈ സോൾട്ടി ഫുഡ്സ് ഒക്കെ നമ്മൾ ഒഴിവാക്കണം. പലപ്പോഴും സോൾട്ട്
ഫുഡിൽ അടങ്ങിയിട്ടുണ്ടെന്ന് അറിയാതെയാണ് നമ്മൾ പല ഫാസ്റ്റ് ഫുഡ് ഐറ്റംസും കഴിക്കുന്നത്. വളരെ വലിയ അളവിലാണ് ഈ സോഡിയം നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നത്. അപ്പൊ ഇതൊക്കെ നിയന്ത്രിച്ച് ഒരു നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ വീട്ടില് പ്രോട്ടീനും അതുപോലെ കാർബോഹൈഡ്രേറ്റും ഫൈബർ റിച്ച് കാർബോഹൈഡ്രേറ്റ്സും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആന്റി ഓക്സിഡൻസും ഒക്കെ ഉള്ള ഒരു ഡയറ്റ് പ്ലാൻ നമ്മൾ സെറ്റ് ചെയ്ത് കഴിക്കുകയാണ്. അതിന്റെ ഒപ്പം ഫിസിക്കൽ എക്സസൈസും സ്ട്രെസ് കൺട്രോളിനുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ നല്ലൊരു ജീവിതശൈലി ഉണ്ടാക്കാനും അതുപോലെ ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകാനും എല്ലാവർക്കും സാധിക്കും. അതുപോലെ കാർഡിയോവാസ്കുലർ ഡിസീസ് ഫാമിലിയിലുള്ള ആളുകൾക്കൊക്കെ ഇപ്പോൾ തന്നെ 30 വയസ്സിൽ തന്നെ ഇതിനെക്കുറിച്ച് കുറച്ച് ബോധവാന്മാരായാൽ തീർച്ചയായിട്ടും ആ ഒരു ഫാമിലിയൽ ടെൻഡൻസിയിൽ നിന്നും ആ രോഗത്തെ ഒരു പരിധി വരെ ജീവിതശൈലി കൊണ്ട് തന്നെ പ്രിവെന്റ് ചെയ്ത് നല്ല ഹെൽത്തി ആയിട്ട് പോകാൻ എല്ലാവർക്കും സാധിക്കും.